ഹായ് എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വെജ് ഐറ്റമാണ്. ഒരു അടിപൊളി ഗോബി മഞ്ചൂരിയനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന വെജിറ്റബിൾ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടുന്ന ഒരു 5 സവാള നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ കൂട്ട് ഒരു 4 ക്യാപ്സിക്കോ, 2 അല്ലി ഇഞ്ചി, ഒരു 5-6 പൂണ്ട്. അതിനുശേഷം ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ നല്ല വൃത്തിയാക്കിയത്. അപ്പം ഇത് ഇത്രയാണ് നമ്മുടെ വെജിറ്റബിൾ ഐറ്റംസ്, നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന വെജിറ്റബിൾ ഐറ്റംസ്. ഇനിയിപ്പോൾ ഇത് നല്ലോണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് അടുത്ത സെറ്റപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും സംശയമുണ്ട് ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന്. ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ അടിഭാഗത്തായിട്ട് നമുക്ക് ഈ കത്തി ഇറക്കി നൈസായിട്ട് കട്ട് ചെയ്ത് തരാം. ഇതളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ കോളിഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ പെട്ടെന്ന് കയറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇതളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട വെള്ളത്തിൽ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷാംശമോ എന്തെങ്കിലും പ്രാണികൾ കുത്തിയതിൻ്റെ ആ ഒരു എഫക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇതളായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. സിമ്പിളാണ്. ചെറുകെ ഇങ്ങനെ ആ ഒരു കഷ്ണമായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് പറ്റുന്നുണ്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനിയും ചെറിയ പീസാക്കാം. നമുക്ക് ഇത് ചെറിയ പീസാക്കി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. വളരെ സിമ്പിളാണ് കട്ട് ചെയ്തെടുക്കാനെ കൊണ്ട്. ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവാളയും ക്യാപ്സിക്കോയും നമുക്ക് കട്ട് ചെയ്യണം. ക്യാപ്സിക്കോയും സവാളയും കട്ട് ചെയ്യുമ്പോൾ അത് ചതുരത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ സവാളയും ക്യാപ്സിക്കോയും കൂടി ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇതേപോണക്കും ഇരിക്കണം. ഏകദേശം ഈ ചതുരമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ ക്യാപ്സിക്കോയും സവാള അതേപോണക്കിൽ തന്നെ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ക്യാപ്സിക്കോയും സവാളയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തായിരുന്നു. നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ വെള്ളം നനവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒരു മസാലയ്ക്കകത്ത് മുക്കണം. അതായത് നമ്മുടെ കോൺ പൗഡറും മൈദയും കൂടി ചേർത്ത് ഒരു മസാല ഉണ്ടാക്കും. ആ മസാലയ്ക്കകത്ത് മുക്കി വറുത്ത് കോരും. അപ്പോൾ നമുക്ക് ആ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ വേണ്ടുന്നത് വേണം. സോയാ സോസാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അതൊരു 2 ടീസ്പൂൺ എടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി മുളക് പൊടി, അതൊരു 1.5 ടീസ്പൂൺ എടുക്കാം. ഇത് മൈദയാണ്. അതൊരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 4 ടീസ്പൂൺ. ഒരുപാട് യൂസ് ചെയ്യേണ്ട, അത്രയും മതിയാവും. പിന്നെ ഇത് കോൺഫ്ലവർ, അതായത് നമ്മുടെ ചോളപ്പൊടി, അതൊരു 2 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പ് വേണം, കുറച്ച് വെള്ളം വേണം. ഇത് ഇത്രയാണ് നമ്മുടെ മസാല കൂട്ടുണ്ടാക്കാൻ വേണ്ടുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമേ ഇതെന്ന് പറയുന്നത് മൈദാമാവാണ്. മൈദാമാവ് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ നമ്മൾ 3 സ്പൂൺ മൈദ ഇട്ടു. ഇനി അടുത്തെന്ന് പറയുന്നത് കോൺ പൗഡറാണ്. കോൺ പൗഡർ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇടാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇടാം. ഇപ്പോൾ കുരുമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലോണമൊക്കെ മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ആവശ്യത്തിന് മതി. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി
ഇനിയിപ്പോൾ നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. ഇനി നമ്മുടെ പച്ചവെള്ളം കുറച്ചൊഴിച്ചിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിനൊരു പാതി ഒഴിച്ചുള്ളൂ. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ലൂസായി പോകരുത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നല്ലോണം നമ്മൾ മസാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ, ഇത്രയും കുറുക്കേ ആവാവൂ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ കുറേശ്ശെ ഇതിനകത്തോട്ടിട്ട് മുക്കിയെടുക്കണം. കുറേശ്ശെ ഇട്ടെടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പതിയെ ഇളക്കിയാൽ മതി, അല്ല ഇത് നമ്മുടെ കോളിഫ്ലവറേ പാതി വെന്തതായതുകൊണ്ട് ഉടഞ്ഞു പോവും. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ എന്താണ്ടോ നല്ലോണം കവറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട്, ഒരുപാട് കരിക്കാതെ നമുക്ക് തന്നെ എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ നല്ലോണം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്യാപ്സിക്കോ കട്ട് ചെയ്ത് വെച്ചത്, സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഇഞ്ചിയാണ് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കാണ്, പിന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ വറുത്ത് കോരിയത്, പിന്നെ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് ആണ് ഇത് ഇത്രയും. എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ്, അതൊരു 70 ഗ്രാമിൻ്റെയാണ്, നമുക്കൊരു 3 ടീസ്പൂൺ വേണം അത്. പിന്നെ എന്ന് പറയുന്നത് സോസാണ്, സോയാ സോസ് നമ്മൾ ആദ്യമേ മസാല എടുത്തപ്പോൾ എടുത്തതാണ്, അതൊരു 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ ഇത് ഗ്രീൻ ചില്ലിയാണ്, ഗ്രീൻ ചില്ലി ഒരു 3 ടീസ്പൂൺ എടുക്കാം നമുക്ക്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ കോൺ പൗഡർ, ചോളപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയത്, പിന്നെ നമ്മൾ കുറച്ച് മുന്നേ വറുത്ത് കോരിയതിൻ്റെ ബാലൻസ് എണ്ണയാണ്, അതിൽ നിന്ന് എടുത്താൽ മതി തൽക്കാലം. അപ്പം ഇത് ഇത്രയാണ് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുന്നേ എടുത്ത എണ്ണയുടെ ബാലൻസ് ആണ്, അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയാണിത്, ഇതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കണം. സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ നല്ലോണം ഇളക്കി നമുക്കൊരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചേക്കാൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരിച്ചിരി മുളക് പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മുന്നേ അത് പറയാൻ വിട്ടുപോയതാണ്, ഇച്ചിരി കാശ്മീരി പൊടി വേണമെന്ന് പറഞ്ഞത്. നമുക്കിത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വറുത്ത് കോരി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങ് ഇളക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യമേ നമുക്ക് നമ്മുടെ സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം.
ഇപ്പോൾ സോയാ സോസ് ഒഴിച്ച് നമ്മൾ നല്ലോണമൊക്കെ ഇളക്കി. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഇതിപ്പോൾ ഒരു 70 ഗ്രാം ഉണ്ട്. അത് നമുക്കൊരു 3 ടേബിൾ സ്പൂണിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. $70 ഗ്രാം എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂണേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അതേ ഉള്ളായിരുന്നു. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി സോസാണിത്. ചില്ലി സോസ് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ സോസ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തു, നല്ലോണം ഇളക്കി. ഇനിയിപ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഒരു ഗ്രേവിയിൽ എടുക്കണം. നമുക്കപ്പോൾ ഗ്രേവി ആക്കാൻ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ, നമ്മുടെ കോൺഫ്ലവർ കലക്കിയ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയതാണിത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണിത്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണിത്. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ സെറ്റായിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഒരു 2 മിനിറ്റത്തേക്ക് വെച്ചായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് സെർവ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഗോബി മഞ്ചൂരിയൻ എന്ന് പറയുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.